ഭൂലോക ദുരന്തം. മോഹൻലാലിന്റെ അഭിനയം പാളുന്നു. അളിയടേ, കഴിഞ്ഞ തവണ നമ്മൾ ലാലേട്ടന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടേ ഒരു വീഡിയോ ഇട്ടില്ലേ? അതിനെന്തൊരു റീച്ചടേ. അപരാധം പറയണമെങ്കിൽ അങ്ങേരെ തന്നെ പറയണം, എന്നാലേ റീച്ച് കിട്ടും. അതല്ലേ ട്രെൻഡ്. മഴ വരണല്ലേ, നമുക്ക് വീട്ടിൽ പോയിരുന്ന് ഡിസ്കസ് ചെയ്താലോ? തലവത്തുന്ന സംഭവം നമ്മൾ ലാലേട്ടനെ ട്രോളി ഇതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ സംഭവം അങ്ങ് ബംഗ്ലാദേശിൽ നിന്ന് വരെ കമന്റുകൾ വരും. മൊത്തം കമന്റ് ബോക്സ് അവന്മാരങ്ങ് ഏറ്റെടുക്കും. ഏത് സിനിമാക്കാരൻ തള്ളക്കി വിളിക്കാനാണോ എന്തോ? ലൗഡ് സ്പീക്കർ ഇടാം. ഹലോ, അനച്ചറ വ്ലോഗ്. ഞാൻ പെണ്ണ് ചാടിച്ചത്ത കുളത്തിന്റെ സംവിധായകനാണ്. നിങ്ങൾ ആൾ കൊള്ളാല്ലേ? ഒരു പെണ്ണ് കുളത്തിൽ ചാടി ചാവുമ്പോഴത്തേക്ക് അവളെ രക്ഷപ്പെടുത്താതെ നമ്മളെ തന്നെ വിളിക്കണത്? അതല്ലടാ തെണ്ടികളെ, ഞാൻ പെണ്ണ് ചാടിച്ചത്ത സിനിമയുടെ സംവിധായകനാണെന്ന്. പടം കൊള്ളൂലെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാം. പടം കണ്ടിട്ട് നീ മോശം കമന്റ് ഇടാ, കൊള്ളൂലെങ്കിൽ. ഇന്റർവ്യൂ അല്ലാതെ സിനിമ കൊള്ളൂല നീയൊക്കെ എന്തിനാ പറഞ്ഞത്? സാർ എന്തൊരു പറയണത്? രണ്ടാമത്തെ ഷോയ്ക്ക് മുമ്പ് റിവ്യൂ ഇട്ടില്ലെങ്കിൽ റീച്ച് കയറൂല സാറേ. അതല്ലേ നമ്മൾ ഇടണത്. എടാ, സിനിമാക്കാരന് കഷ്ടപ്പാടുണ്ടാ, കഷ്ടപ്പെട്ടാണ് സിനിമ എടുക്കണത്. അതെ സാറേ, ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള പൈസ ഉണ്ടാക്കണതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ സിനിമാക്കാർ മനസ്സിലാക്കണം കേട്ടാ. അത് വിടടേ, നീ അടുത്ത കണ്ടന്റ് പറ. വ്ളോഗർമാരെ തെറി വിളിച്ച്, വ്ളോഗർമാരെ പച്ചത്തെറി വിളിച്ച് പെണ്ണ് ചാടിച്ചത്ത കുളത്തിന്റെ ഡയറക്ടർ. ദൃശ്യത്തിന് നെഗറ്റീവ് ഇട്. നീ എന്തിനാ ഇത്? ഞാനേ ദൃശ്യം 3ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണ്. അതാണ്ടേ ദൃശ്യത്തിന് നെഗറ്റീവ് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരും ഹാറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് റീച്ച് കയറണ്ടേ. ഇത് ഓമാരെ സ്ഥിരം പരിപാടിയാണ്. 200 കോടി വെറും തള്ളാണ്. പിന്നെ മോഹൻലാലിന്റെ അഭിനയം ചളോണ്, അലമ്പാണ്. കുറച്ച് സാധനങ്ങൾ വെച്ചാലേ അറിയാം ക്ലച്ച് പിടിക്കുള്ളൂ. നീ പോത്തങ്കോട് MP പോയി ദൃശ്യം കാണണം, ഞാൻ HK പോയി കാണാം. ദൃശ്യം 3ക്ക് നെഗറ്റീവ് പറഞ്ഞിട്ട് കളിയാ. നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഫാൻസ് വലിച്ച് റൊട്ടിക്കും. നമുക്ക് തമിഴ്നാട്ടിൽ അങ്ങനെ പോയാലോ? കോപ്പാണ് എടാ. അങ്ങനെ തമിഴ്നാട്ടിലെ ആന്ധ്രയിലൊക്കെ കട്ട ഫാൻസ് ആണ്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ കൊത്തു പറയട്ടേക്ക് കൊത്തുമ്പോൾ അയാൾ കൊത്തി മടക്കും. നമുക്ക് ആറാട്ട് തക്കടൂനെ അല്ലെങ്കിൽ ചെകുത്താനെ ഒന്ന് വിളിച്ചു നോക്കാം. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം അവന്മാര് പറഞ്ഞു തരും. അതൊരു നല്ല ഐഡിയ. നമുക്ക് അതങ്ങനെ നോക്കാം. ഒരു കാര്യം ചെയ്യും, ടിക്കറ്റ് സെറ്റായല്ല? ടിക്കറ്റ് സെറ്റായി. അപ്പൊ എനിക്ക് ചെകുത്താനെ കീഴ്ത്താനെ അവനെങ്കിലും പിടിച്ച് ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. എന്നാലേ ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ.